എല്ലാവർക്കും നമസ്കാരം. സജ്ജന ഫിറോസ് വിഷയം ഒരാഴ്ചയിലധികം ഒരു മാസമോ ഒക്കെ ചെയ്യാനുണ്ട് റിയാക്ഷൻ ചാനലുകൾക്ക് എന്നൊക്കെ കമന്റ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ലേ, അങ്ങനെ ഒരാഴ്ച ഒരു മാസം ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ചെയ്തതിനൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്താണ് പോയി കേസ് കൊടുത്തിരിക്കുന്നത്. അതില് നമ്മൾ പ്രതീക്ഷിക്കാത്ത യൂട്യൂബർമാരുടെ പേരാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പറഞ്ഞത്. പുള്ളിക്കാരത്തി അതിന് കൂടുതലും പറയുന്നത് എന്താ വെച്ചാൽ പിള്ളേരുടെ ഫോട്ടോയൊക്കെ വെച്ചെന്നും റസൂൽ പൂക്കുട്ടിയുടെ ഫാമിലി അദ്ദേഹത്തിന്റെ മക്കളുടെ ഫോട്ടോ വെച്ചെന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് സജന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. ആ വീഡിയോ, സജനയുടെ വീഡിയോക്കകത്ത് നിങ്ങളോട് ഞങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞോ ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് ഞങ്ങൾ പറയേണ്ട സമയത്ത് വേണേൽ പറയും, അല്ലെ നിങ്ങൾ എന്തിനാണ് ഇത് അന്വേഷിച്ചത്, അല്ലെ നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ വീഡിയോ ഇതിട്ട് കോടികൾ ആവശ്യപ്പെട്ടെന്നോ അങ്ങനെയൊക്കെ എന്തോ കമ്പനിയിലൊക്കെ വരുന്നെന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് അത് ചെയ്യാൻ അവകാശം, നിങ്ങളുടെ മക്കൾ ഇത് തിന്നുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തി രോഷം കൊള്ളുന്നത്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, റിയാക്ഷൻ ചാനൽ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ ഛർദ്ദിച്ചതും എടുത്ത് വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ കിട്ടുന്ന എടുത്ത് അഭിപ്രായം അവർ പറയുന്നു. അവർ പറയുന്ന അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുണ്ടാവാം, യോജിക്കാത്തവരുണ്ടാവാം. അത് ജനങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ട് ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് കണ്ട് കമന്റ് ഇടുന്നു. അതിനെയാണല്ലോ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ മറ്റൊരു വലിയ ചോദ്യമില്ല, ഒരു റിയാക്ഷൻ ചാനലും ഒരാളുടെയും പ്രൈവസിയിലേക്ക് വല്ല ഒളിക്യാമറ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് റിയാക്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇവർ കൊണ്ട് ഛർദ്ദിച്ചിരുന്ന മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെക്കുന്നില്ല. എന്നാൽ ഓൺലൈൻ മീഡിയ ആണെങ്കിൽ നടിമാർ വരുമ്പോൾ മോളിൽ നിന്ന് ക്യാമറ, ആ സൈഡിൽ നിന്ന് ക്യാമറ, ഈ സൈഡിൽ നിന്ന് ക്യാമറ, നമ്മുടെ മാരാർ പറയുന്ന പോലെ പുറകിൽ നിന്ന് ക്യാമറ, അങ്ങനെ എല്ലാം ക്യാമറ സൂം ചെയ്ത് വെച്ച് ഓരോ നോക്കുക. അതുപോലത്തെ പരിപാടിയൊന്നും റിയാക്ഷൻ ചാനൽ ചെയ്യുന്നില്ല. റിയാക്ഷൻ ചാനൽ ഇപ്പം സജന വന്ന് ഒരു ലൈവ് ഇടുന്നു, ഞാൻ 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് സ്നേഹത്തിലാണ്, ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ ഉടനെ തന്നെ ആ ലൈവ് മുക്കുന്നു. പക്ഷെ കണ്ടവർ അതിൽ ഓടി ചെയ്ത് വെക്കുന്നു. അവർ പിന്നെ അത് റിയാക്ഷൻ ചാനൽ പിന്നെ അതെടുത്തെടുത്ത് റിയാക്ട് ചെയ്ത് പോകുന്നു. പിന്നെ ഫിറോസ് വന്നിട്ട് ഫിറോസ് വർഷങ്ങളായിട്ടിരുന്ന് ഒരു വമ്പൻ ഞങ്ങളുടെ ജീവിതം തകർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു മലയാളി പോലും, റിയാക്ഷൻ ചാനൽ പോട്ടെ, ഒരു മലയാളി പോലും ഇത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന റസൂൽ പൂക്കുട്ടിയാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല. കാരണം ഓസ്കാർ മേടിച്ച അദ്ദേഹത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം വളരെ ഉന്നതിയാണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി. ഇത് ഫിറോസിന് ആരോടെ ഉള്ള ഒരു കലിപ്പിന് ഫിറോസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും കരുതിയത്. പക്ഷെ സജ്ജനയാണ് അത് ആദ്യം പറഞ്ഞത്. അത് മനോരമ വരെ ന്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഡിലീറ്റ് ആക്കി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആരാണ് സോഷ്യൽ മീഡിയക്ക് ഇത് ആദ്യമായിട്ട്? ഇത് ഇന്നലെ ഫിറോസ് ഇട്ട വീഡിയോക്ക് അത് പറയുന്നുണ്ട്. അവര് തമ്മിൽ ശരിക്കും പ്രണയമായിരുന്നു. ആദ്യം പ്രഗ്നന്റ് ആയി, അത് അബോർട്ട് ചെയ്തു. രണ്ടാമത് പ്രഗ്നന്റ് ആയി, അത് പോവുകയാണ് ചെയ്തത്. അത് അങ്ങനെയാണ്. ഒരെണ്ണം നമ്മൾ അബോർഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭിത്തിയിൽ, യൂട്രസിന്റെ ഭിത്തിയിൽ ഈ ഭ്രൂണത്തെ ചിരണ്ടിക്കളയുന്ന പരിപാടിയാണല്ലോ ഈ അബോർഷൻ എന്ന് പറഞ്ഞ്. അപ്പൊ അത് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ 2 മാസം ആകുമ്പോഴാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെയല്ല, അത്രമേൽ എക്സ്പെർട്ടുള്ളവരല്ലാത്ത ആൾക്കാരാണ് DNC ഒക്കെ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് എന്റെ അറിവ്. അപ്പൊ ആ ഭ്രൂണം ആ ഭിത്തിയെ പറ്റിപ്പിടിച്ചില്ലേ ഇരിക്കുന്നത്. ആ ഒരു 2 മാസം ആകുമ്പോഴാണ്, അതിന് മുന്നേ അബോർഷൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു അടുത്ത പ്രഗ്നൻസിയിൽ ഒരു 2 മാസം ആകുമ്പോൾ ഭ്രൂണത്തിന് ഈ വിട്ടുപോരാൻ, അവിടെ പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റാതെ വിട്ടുപോരും. അങ്ങനെ സ്വാഭാവികമായിട്ടും അബോർഷൻ ആകാം. അപ്പൊ ഈ ആദ്യത്തെ അബോർഷൻ ചെയ്തു, അപ്പൊ രണ്ടാമത്തത് അബോർഷൻ ആയി പോവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഇവര് കൊണ്ടുവന്നിട്ടതല്ലേ ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഏതായാലും റിയാക്ഷൻ ചാനലിനെതിരെ അപ്പൊ നല്ല കേസ് പോയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ കൈകൊണ്ട് കൊടുത്തിട്ട് ചാനല് ബാൻ ചെയ്യാനാണ്, ഈ റിയാക്ഷൻ ഇട്ട ചാനല് ബാൻ ചെയ്യാനാണ്, ഉത്തരവിറക്കാനാണ് പുള്ളിക്കാരത്തി ശ്രമിക്കുന്നത്. ഞാൻ താമസിക്കാൻ കാരണം എനിക്ക് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തണം. കാരണം എന്റെ മുന്നിൽ ഇത് ഞാൻ കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ വശം അറിയത്തില്ല ഒന്നും. അപ്പം എന്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രിയെ കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സിറ്റുവേഷൻസ് എടുത്തു, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് എനിക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും എല്ലാം ലീഗൽ വശങ്ങളെല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞപ്പം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സപ്പോർട്ട്, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു ബ്രദർ എന്റെ അടുത്ത് പറഞ്ഞ, മോള് വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഒരു ബ്രദറായിട്ട് നിന്റെ കൂടെ ഉണ്ട്. സത്യം സാറിനോട് ഞാൻ താങ്ക്സ് പറയുക. സാറിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയാം. കാരണം അല്ലെങ്കിൽ ഇന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കത്തില്ല. അതുപോലത്തെ സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഭയങ്കരമായിട്ടും, എനിക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്റെ മക്കളടുത്ത് പോലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്.
ആൾക്കാർ എന്താ അറിയാതെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരെ ക്രൂശിക്കുന്ന കുറെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ്. ഓക്കെ, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ആക്ട്രസ് ആണ്, എന്റെ ഫോട്ടോ ഇടുന്ന പോലാണോ എന്റെ ഫാമിലിയുടെയും മറ്റു ഫാമിലിയുടെയും ഫോട്ടോസ് ഇടുന്നത്? അവരിതിനകത്ത് തെറ്റുകൾ ചെയ്യാതെ അവരെ എന്തിനാണ്? ഞങ്ങളെ ക്രൂശിക്കാൻ ഞങ്ങൾക്കറിയാം അതിന് എങ്ങനെ നീങ്ങണമെന്നുള്ളത്. പക്ഷെ മറ്റുള്ളവരെയും കൂടെ ഇടാൻ ആർക്കും ഒരു അവകാശമില്ല. ഈ പറഞ്ഞ കണക്ക് നമ്മളെ പേര് പോലും പറയാനുള്ള അവകാശം ആർക്കുമില്ല. അതിന്റെ ലീഗൽ വശം ഞാൻ പോയിട്ടുണ്ട്. എന്നെ പറഞ്ഞ അതിന്റെ കാര്യങ്ങൾ എനിക്ക് മുഖ്യമന്ത്രിയോട് എനിക്ക് വിശ്വാസമുണ്ട്, ഇവിടുത്തെ നിയമത്തിനോട് എനിക്ക് വിശ്വാസമുണ്ട്. അതിനുള്ള കാരണങ്ങൾ എനിക്ക് കിട്ടും. ഇപ്പൊ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ പ്രതീക്ഷ വ്യക്തികളൊന്നുമല്ല. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പറയുന്ന ആളോ അല്ല. അത് നമ്മൾ ആ ചാപ്റ്റർ അവിടെ വന്നു അത് ഒരു വ്യക്തിയല്ല, 2-3 വ്യക്തികളുണ്ട്. ആ വ്യക്തികളെല്ലാം ഞാൻ നിയമപരമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയാസുകൾ, ഈ അനാവശ്യമായ കോൺട്രവേഴ്സി കൊണ്ടുവന്ന മീഡിയാസിനെതിരെയും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അതിൻ്റെതായ നിയമവശങ്ങൾ എടുത്തിട്ടുണ്ട്, ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞാൻ മുഖ്യമന്ത്രിയോട് താങ്ക്സ് പറയുവാണ്. അതിനോട് നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത, നിങ്ങളായാൽ പോലും പ്രേക്ഷകരായാൽ പോലും ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാ യൂട്യൂബേഴ്സ് ചെയ്തവർ പലരെയും അവരുടെ ഫോട്ടോ, റസൂൽ പൂക്കുട്ടിയുടെ ഫാമിലി ഫോട്ടോ ഇട്ടതെന്നുള്ള രീതിക്ക് അങ്ങനെയുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന യൂട്യൂബേഴ്സിനെ അല്ല കേസ് കൊടുത്തത്. ഇവിടെ ഒരു ചോദ്യം കിടക്കുന്ന, ഒരു കാരണവശാലും റസൂൽ പൂക്കുട്ടിയാണെന്ന് മലയാളികളോ യൂട്യൂബേഴ്സോ കരുതിയിട്ടില്ല. ഇവര് തന്നെയാണ് ഇതൊക്കെ പുറത്തുവിട്ടത്. കുറെ കാലമായിട്ട് ഇവര് തമ്മിലുള്ള വഴക്ക് സോഷ്യൽ മീഡിയ വഴിയല്ലേ, ഫിറോസും സജനയും തമ്മിലുള്ള വിഷയം. അവർ വന്ന് യൂട്യൂബ് വഴി അത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വളരെ സ്വകാര്യതയെന്ന് പറഞ്ഞാൽ വളരെ സ്വകാര്യമായ ഒരു കാര്യം ആണ് ഇവര് വന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. അപ്പൊ അതെടുത്താണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ ചാനൽ. പക്ഷെ ഇവരിപ്പോ പറയുന്നത് റിയാക്ഷൻ ഇട്ടതിന്റെ പേര് അവർക്ക് സ്കൂളിൽ പിള്ളേർക്ക് പോകാൻ പോലും പറ്റാതെ വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് റിയാക്ഷൻ ചാനലിൽ? അതൊരു ചോദ്യമല്ലേ. എവിടെയെങ്കിലും സജനയുടെ വീട്ടിൽ പോയി ഒളിക്യാമറ വെച്ചോ, ഫിറോസിന്റെ വീട്ടിൽ പോയി ഒളിക്യാമറ വെച്ചോ, റസൂൽ പൂക്കുട്ടിയുടെ വീട്ടിൽ പോയോ ഒന്നുമല്ല. ഇവര് ഛർദ്ദിച്ചിട്ടതാണ് എടുത്ത് ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടിട്ട് ഇവര് കുറെ പേര് സപ്പോർട്ട് ചെയ്തു, കുറെ പേര് അവർ എതിര് പറഞ്ഞു. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ആദ്യമേ ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നു, പിന്നെ സജന വന്നു, അതെല്ലാവരും കൂടെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ 4 വർഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പം ഫിറോസുമായിട്ട് പിരിഞ്ഞിട്ടും 2 വർഷമല്ലേ ആയുള്ളൂ. അപ്പൊ ഫിറോസിന്റെ വൈഫായിട്ട് ഇരിക്കുമ്പോൾ തന്നെ റസൂൽ പൂക്കുട്ടിയായിട്ട് ബന്ധമാണോ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് സജന വന്ന് ഒരു 2-3 വീഡിയോ അടുപ്പിച്ചങ്ങിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഫിറോസിന്റെ കുറ്റം പറഞ്ഞു. അപ്പൊ എല്ലാവരും സജനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. ഫിറോസിനെ പോലെ ഒരു പ്രാന്തനെ നമ്മൾ ബിഗ് ബോസ് പോയപ്പോഴേ കണ്ടാലേ അവന്റെ കൂടെ ആര് കഴിയും, നീ എത്രയും വേഗം രക്ഷപ്പെട്ടോ മോളെ എന്ന് പറഞ്ഞുള്ള കമന്റും റിയാക്ഷനും ആ രീതിക്ക് തന്നെയാണ് പോലെ. 3-ാം ഘട്ടം വീണ്ടും വന്ന് ഇതേപോലെ തന്നെ ഒരു പിക്ചർ ഇടുന്നു, 9 വീക്ക് ഞാൻ പ്രഗ്നന്റ്. ഇത് പിണങ്ങുമ്പം അങ്ങനെ ഇടും, റസൂൽ പൂക്കുട്ടിയായിട്ട് ഇണങ്ങുമ്പം അത് ഡിലീറ്റ് ചെയ്യും. ഇതാണ് സംഭവം. അപ്പൊ അതെടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തു. അവിടെ തൊട്ടാണ് സജനയ്ക്ക് റിയാക്ഷൻ ചാനലിനോട് പിണക്കം വന്നു തുടങ്ങി. കാരണം എന്താ വെച്ചാൽ 9 വീക്കിന്റെ കണക്കും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് പിറ്റേ ദിവസം റസൂൽ പൂക്കുട്ടിയായിട്ട് ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ കോംപ്രമൈസ് ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞു, അത് എന്റെ ഹാക്കി ഇതാണ്, ഞാൻ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവരെന്ന് പറഞ്ഞു കരഞ്ഞു കൂവിയ ഒരു വീഡിയോ അങ്ങിട്ടു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന റിയാക്ഷൻ ചാനലുകാര് അത്ര പൊട്ടന്മാരാണോ? അവരതിനെ CBI കീറി മുറിച്ച് മോതിരം, ഡ്രസ്സ്, മിററിന്റെ മുന്നിൽ നിൽക്കുന്ന അങ്ങനെ കണക്കോട് കണക്ക് പറഞ്ഞ് ഡേറ്റും തീയതിയും എല്ലാം വെച്ച് അവരത് കീറി മുറിച്ച് സജന പറയുന്ന നുണയാന്ന് പറഞ്ഞു. അപ്പൊ സജനയ്ക്ക് ദേഷ്യം വന്നു. നേരെ മുഖ്യമന്ത്രിയുടെ പരിചയം, റസൂൽ പൂക്കുട്ടിക്കൊക്കെ പരിചയമില്ലാതില്ലല്ലോ, അങ്ങനെ നേരെ മുഖ്യമന്ത്രിയെ കാണുന്നു. അവിടെ പോയി റിയാക്ഷൻ ചാനലിനെതിരെയൊക്കെ പണി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. പിന്നെ കൂടെ ഒന്ന് ചതിച്ച കൂട്ടുകാരുണ്ട്, ആ ഭാഗം ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വോയിസുകൾ ഇങ്ങനെ ഒരു മാസം വേണേ ഓരോ എപ്പിസോഡായിട്ട് ഇടാവുന്ന പോലത്തെ വോയിസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് ആരാണ് ഇട്ടിരിക്കുന്നത്? ഫിറോസ് ആണ് ഇട്ടിരിക്കുന്നത്. ഫിറോസിന്റെ കയ്യിൽ അത് എങ്ങനെ എത്താനാണ്? അപ്പൊ സജനയുടെ കൂട്ടുകാർ ചതിച്ചു. അത് ഫിറോസ് പറയുന്നുണ്ട്. സജന റസൂൽ പൂക്കുട്ടിയായിട്ട് സംസാരിച്ചു. ഇവരുടെ ഇടയിൽ ഈ കൂട്ടുകാർ കയറി കളിച്ച് വലിയ പ്രശ്നമായ പോലെയാ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാണ്. അപ്പൊ ആ കൂട്ടുകാരാണ് ആ വോയിസ് മുഴുവൻ ആർക്ക് കൊടുത്തത്? ഫിറോസിന് കൊടുത്തിരിക്കുന്നത്. ഫിറോസ് ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ വോയിസുകൾ റസൂൽ പൂക്കുട്ടി സജനയായിട്ടുള്ള അവരുടെ തികച്ചും പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ആ വോയിസ് വരെ ഇന്നലെ ഫിറോസിന്റെ ചാനൽ വഴി പുറത്തു വരാൻ കാരണം ഫ്രണ്ട്സ് ആണെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്, അല്ല സജന കൊടുക്കില്ലല്ലോ. അപ്പൊ സജന ആ ഫ്രണ്ട്സിനെ പറ്റി പറയുന്നുണ്ട്, പണി കൊടുക്കും എന്നൊക്കെയുള്ള രീതിക്ക്. പക്ഷേ ഈ പറയല
ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നല്ലോ. ആ സഖിയിടുമ്പോൾ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലൊക്കെ, അവർക്കൊരു മാസം ഇപ്പം 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. ഈ പറയുന്ന അലിഗേഷനും ഈ പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന നമ്മളെക്കുറിച്ച് ക്രൂശിക്കുന്നവരും എനിക്കും തിരിച്ച് പറയാനുള്ള ഓപ്ഷൻസും പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. തീരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും അദ്ദേഹത്തിനെയും ഇങ്ങനെ ക്രൂശിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പബ്ലിക്ക് ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ, അല്ലേ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എന്നെ അയാൾ ഇത്രയും ചെയ്തു, എന്നെ ഇങ്ങനെ ചതിച്ചു, അങ്ങനെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറയാത്ത കാലം എന്തിനാണ് ഈ വൃത്തികെട്ട രീതിയിൽ ഞങ്ങളെ സബ്ജക്റ്റ് ഇപ്പോഴും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു നല്ല ബന്ധങ്ങളാണ്. അത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കരുത് പ്ലീസ്. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ കൂട്ടുകാർ ചർച്ച കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരുടെ കാര്യങ്ങൾ സജന എടുത്തിടുകയാണെങ്കിൽ കണ്ടന്റ് ചെയ്യുന്നവർക്ക് 1 മാസത്തേനുള്ളത് കാണും എന്നൊക്കെയാണ് പറയുന്നത്. കൂട്ടുകാർ ചർച്ച ചെയ്താലും നമുക്കെല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ചതിക്കുന്നതിനോട് ഈ പറയുന്ന പോലെ നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ പ്രൈവസി ആയ കാര്യങ്ങളൊക്കെ ആ വോയിസുകളൊക്കെ അതേപോലെ ഫ്രണ്ട്സിന് കൊടുക്കാൻ അവർ പരസ്പരം അത്രയും വിശ്വസിച്ചിട്ടാണ്. പിന്നെ ഇവരൊക്കെ തമ്മിൽ തെറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇവരുടെ സത്യം പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇവർ ഈ സോഷ്യൽ മീഡിയ കൊണ്ടിരുന്നത്. ഇവരുടെ അത്രമേൽ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ്, ചീഞ്ഞ കാര്യം കൂടെയാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനൊന്നും ഇല്ല, അത് വേറെ കാര്യം. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സാധാരണക്കാരുടെ മിഡിൽ ക്ലാസ് എന്താണ് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലുണ്ടാകുക, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തല മരവിച്ച് പോകുന്ന ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. ഇന്നലെ ഫിറോസിന്റെ വീഡിയോ കണ്ട ഒരു വല്ലാത്തത്. ഇനി അത് ആന്ന് പറയുന്നത്. ഇനി ഒക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഒരാളുടെ വോയിസ് പോലെ തന്നെ വേറെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് പണ്ടൊരു പോലീസുകാരൻ വന്ന് പറഞ്ഞാൽ തുടക്കകാലത്ത് ഇനി നിങ്ങളുടെ ആരുടെ വോയിസ് വേണേലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പരിശോധിച്ചാൽ സൈബർ സെൽ പരിശോധിച്ചാൽ വോയിസ് ആണോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ അടുത്ത കേൾപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഈ റസൂൽ പൂക്കുട്ടി ആദ്യത്തെ പ്രഗ്നന്റ് ആയി, അത് അബോർഷനാക്കി, 2ാമത്തെ പ്രഗ്നന്റ് ആയി, അത് പോയി, 3ാമത്തെ പ്രഗ്നൻസി വെച്ചാണല്ലോ ഈ കളി കളിക്കുന്നത്. ആ വോയിസ് ആണല്ലോ നമ്മൾ കേട്ടത്. അപ്പോഴും ഈ ഫിറോസിനെ സജന വന്ന് ഒത്തിരി കുറ്റം പറഞ്ഞ് ഫിറോസ് വട്ടനാണ്, അവൻ്റെ കൂടെ കഴിയാൻ മേല എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു നല്ല ഉയർന്ന വ്യക്തിയാണല്ലോ റസൂൽ പൂക്കുട്ടി. അദ്ദേഹവുമായിട്ട് അടുപ്പായി എന്നാൽ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അദ്ദേഹത്തിന്റെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അത് പോകുന്നതിന് വരും അവിടെയും ഉടക്കി പിരിയായിരുന്നു. ഉടക്കിയിട്ട് 3 കോടി ചോദിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അയാളെയും ഒരു റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. തള്ളയുടെ പ്രായമുള്ളവരുടെ കൂടെ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വോയിസ് ഫിറോസ് ഇട്ടിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ സജന റസൂൽ പൂക്കുട്ടിയായിട്ട് നല്ല ബന്ധത്തിലല്ല പോകുന്നത്. ഇപ്പൊ നിലവിൽ നല്ല ബന്ധമല്ല, അതാണ് മനസ്സിലാക്കേണ്ട ആ വോയിസിലൂടെ. അപ്പൊ ആ പോക്ക് പോയിട്ട് അവിടെയും എത്തിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ബന്ധം അയാൾ പറയുന്നു ഇത്രയും ടോക്സിക്കായ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്ന് റസൂൽ പൂക്കുട്ടി പറയുന്ന വോയിസാണ് ഫിറോസ് ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് കഥ? അപ്പൊ സജന എന്താണ് അത്രയും ടോക്സിക് ആണോ? കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയാൽ 10 കോടിയോ 3 കോടിയോ എത്ര രൂപ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം അയ്യോ തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത് ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ അല്ലല്ല അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും.
3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്റെ ഒരു അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന്. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ കേസിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ച് എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. അതുപോലെ തന്നെ ഈ BMW അതിൻ്റെ കഥയില്ലേ, അതിനകത്ത് ആ സ്വർണം ഇയാൾ കേസ് വിലക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഒരു റസൂൽ പൂക്കുട്ടിയുടെ കൈ തല വെച്ച് എനിക്ക് ഇതുപോലെ ടോക്സിക് ബന്ധം വേണ്ട, അയാളുടെ വൈഫിനോടും പറഞ്ഞു, ഇവരുടെ റിലേഷനിൽപ്പെട്ടവരോടും പറഞ്ഞു, എല്ലാവരോടും ഇത്ര ഹൈ ടോക്സിക് ബന്ധം വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ സജന അതിൻ്റെ അകത്ത് 3 കോടി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം നിങ്ങൾ ഓർക്കും അത് വളരെ മോശമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് മറു സത്യം എങ്ങനെയാ വെച്ചാൽ സജനയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫിറോസുമായിട്ടുള്ള ബന്ധം പോയി, ആ ഒരു ഫാമിലി ലൈഫേ പോകുന്നു. ഇയാളുടെ ഒരു സ്ത്രീയാണ് അയാളെ വിശ്വസിച്ച് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അവിഹിതമാണ്, ഭർത്താവ് ഉള്ളപ്പോൾ പോയതൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും ഇയാളെ വിശ്വസിച്ച് പ്രഗ്നന്റ് ആയിട്ട് അത് പോയിട്ട് വീണ്ടും വീണ്ടും പ്രഗ്നന്റ് ആകുമ്പോൾ ആ പെൺകുട്ടി ആ ഒരു രീതിയിൽ ചതിക്കപ്പെട്ടു. അപ്പൊ ആ അപമാനം ഇനി അയാളുടെ കൂടെ ജീവിതം നശിപ്പിച്ച പോലെയായി. അപ്പൊ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പൈസ വേണ്ടെന്നാണ് സജന പറയുന്നത്. സജന സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറയുന്നതല്ല. 3 കോടി രൂപ ചോദിക്കുന്ന ഒരു ബാർഗൈനിങ് പോലെ തോന്നണ്ട. അതാ അവരുടെ ജീവിതം. ഇനി അത് ചിലപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ആര് കല്യാണം കഴിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതായിരിക്കാം ചിലപ്പം 3 കോടി രൂപ ഒരു നഷ്ടപരിഹാരം പോലെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.